നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അറിയാനും തലകുനിക്കാനും മാത്രം പിന്നെ തീരുമാനിച്ചതുകൊണ്ടാ. തുടങ്ങി വെച്ചതില് ഒരാള് തോന്നിവാസം പറയുന്ന ഒരാണിന്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തിരുന്നെങ്കില് അന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കിട്ടിയേനെ. അവരുടെ കൈയും പൊന്തിയേനെ. ഓഹോ, വല്ലാത്ത ആവേശമാണല്ലോ നിനക്ക്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആണുങ്ങൾ ഏറ്റവും ആശങ്കയോടെ നിൽക്കുന്ന രണ്ട് മുഹൂർത്തങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച്. രണ്ട്, അവള് പ്രസവിക്കാൻ കയറിയതിനു ശേഷം ലേബർ റൂമിൽ നമ്മൾ കുഞ്ഞിനെയും കാത്തിരിക്കുന്നത്. സുജാത പറഞ്ഞല്ലോ, സുജാത ഞാൻ മുന്നിൽ നിർത്തിയെന്ന്. ഒരു പരിധിവരെ അത് സത്യമാണ്. അതിന് കാരണം അയാളുടെ കഴിവുകൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട്. നമുക്ക് മുരടനാവാം, അഹങ്കാരിയാവാം, ധിക്കാരിയാവാം. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ വിവാഹം കഴിക്കുന്നവരുടെ മുന്നിൽ നിന്നാ അവിടെ സ്നേഹത്തിന്റെ ഒരു ഒഴുക്കായിരിക്കും. എല്ലാവരും പറയുമല്ലോ, പട്ടാളക്കാരുടെ ജീവിതം അല്പം മുരടിച്ചതായിരിക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. മഹാലക്ഷ്മി പോലൊരു പെണ്ണ് വരട്ടെ എന്നാണ് വിവാഹത്തിന് മുമ്പ് എല്ലാവരും നമുക്ക് വേണ്ടി ആശംസിക്കുക. എന്റെ ജീവിതത്തില് അത് ഫലിച്ചു. അതാണ് സുജാത. അങ്കിൾ, നിങ്ങളെ കണ്ടു പഠിക്കാത്തവരുണ്ടല്ലോ, പരമവിഡ്ഢികളാ. അപ്പോ ഇനി കേക്ക് കട്ടിങ് തുടങ്ങട്ടെ.
റമേ, മേക്കപ്പിന്റെ അലർജിയാണെന്ന് തോന്നുന്നു. നിത്യ പറഞ്ഞായിരുന്നല്ലോ. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാമേ. അല്ല മോളെ, ഞാനതേ പെട്ടെന്ന് വരാം. എന്തിനാടി കഴുകിക്കളഞ്ഞ്? ചന്തുവൊക്കെ പോയല്ലോ നിന്റെ. ഒരുങ്ങിക്കെട്ടി താഴെ ചെന്നിട്ട് നീ ഉദ്ദേശിച്ച ആളെ കണ്ടില്ലല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരയ്ക്കുന്ന ഒരു വട്ടത്തിനപ്പുറം ഒരു കാലെടുത്ത് വെക്കാൻ നിനക്ക് അനുവാദം ഇല്ലെന്ന്. താഴെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അച്ഛൻ പറയും, അമ്മ അതിന് തലയാട്ടും ചെയ്യും. പക്ഷേ എന്റെ മനസ്സിൽ പെണ്ണെന്നും അടിമയാടി. ചവിട്ടും തൊഴിയൊക്കെ വാങ്ങിച്ച് കരയുന്ന അടിമ. ഈ പെണ്ണടിമയാണെന്ന് പറയുന്ന സങ്കല്പല്ലേ, അതെവിടുന്ന് പൊട്ടിമുളച്ചതാണെന്ന് അറിയോ? അറിയാനും തലകുനിക്കാനും മാത്രം പെണ്ണ് തീരുമാനിച്ചതുകൊണ്ടാ. തുടങ്ങി വെച്ചതില് ഒരാള് തോന്നിവാസം പറയുന്ന ഒരാണിന്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തിരുന്നെങ്കില് അന്ന് മുതൽ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യം കിട്ടിയേനെ. അവരുടെ കൈയും പൊന്തിയേനെ. ഓഹോ, വല്ലാത്ത ആവേശമാണല്ലോ നിനക്ക്. നിനക്കെന്താടി എന്റെ നേരെ കൈപോകുന്നുണ്ടോ? എന്നെ തലണമെന്നുണ്ടോ? ഉണ്ടാടി. സഹിക്കാവുന്നതിന്റെ പരിധി കഴിഞ്ഞു. ഇനി എനിക്ക് ഇഷ്ടമില്ലാത്ത പറഞ്ഞാല് ഞാൻ ചിലപ്പോ അത് ചെയ്തെന്നിരിക്കും. എന്താടി പറയേണ്ടത്? നിന്റെ ആ തന്തയെക്കുറിച്ചോ? അതോ നിന്റെ ആ ചെറിയച്ചനെയും കൂടെ വന്നിരിക്കുന്ന വൃത്തികെട്ടവന്മാരെ കുറിച്ചോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.